ആത്മീയതയുടെ നിറവിൽ അനുഗ്രഹദായക നിമിഷം. ആത്മീയ വസന്തം. ആത്മീയ വസന്തം. പ്രൈസ് ദ ലോർഡ്. ആത്മീയ വസന്തം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ലൂക്കയുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള ദൈവവചന വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചിന്തിക്കുക. പരിശുദ്ധ കന്യകാമറിയം ദൈവാത്മാവിനാൽ നിറഞ്ഞവളായിരുന്നു. പരിശുദ്ധ കന്യകാമറിയം ചെല്ലുന്നിടങ്ങളിലെല്ലാം ദൈവാത്മാവിനെ വർഷിച്ചിരുന്നു. ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊന്ന് വായിക്കുകയാണ്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിൽ തിടുക്കത്തിൽ യാത്ര ചെയ്തു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ എന്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുകയാണ്. ഭാഗ്യവതിയാകാൻ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി മറിയത്തിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോഴാണ് മറിയം ഭാഗ്യവതിയായി മാറിയത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി മറിയത്തിന്റെ മേൽ ആവസിച്ചു കഴിഞ്ഞപ്പോഴാണ് മറിയം ഭാഗ്യവതിയായി മാറിയത്. ഇനി ഇങ്ങനെ ഭാഗ്യവതിയായ മറിയത്തിന്റെ ഒരു വലിയ പ്രയാണത്തെയാണ് 39 മുതലുള്ള വാക്യങ്ങളിൽ നാം എല്ലാവരും കണ്ടത്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിൽ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. മറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കപ്പെട്ടു കഴിഞ്ഞപ്പോ പിന്നീടുള്ള പോക്ക് ഭയങ്കര സ്പീഡിലാണ്, ഭയങ്കര തിടുക്കത്തിലാണ്. എന്തിനു വേണ്ടിയാണ് മറിയത്തിന് ഈ തിടുക്കമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. കാരണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മറിയത്തിന് തിടുക്കം ഉണ്ടായത്. തിടുക്ക കൂടുതൽ ഉണ്ടായത് ദൈവാത്മാവിന്റെ നിറവിന് ശേഷമാണ്. അതിനുശേഷം എലിസബത്ത് പറയുന്നത് ഇങ്ങനെയാണ്: എലിസബത്തിന്റെ വീട്ടിലാണ് മറിയം ചെല്ലുന്നത്. മറിയം ചെന്നിട്ട്, സത്യത്തിൽ അത് സക്കറിയാസിന്റെ വീടാണ്. അവിടെ തിരുവചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് അഭിവാദനം ചെയ്യുന്നത് എലിസബത്തിനെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സക്കറിയായുടെ വീട്ടിൽ ചെന്നിട്ട് സക്കറിയായിനെ, കുടുംബനാഥനെ അവൾ ശ്രദ്ധിക്കുന്നേയില്ല, മറിച്ച് കുടുംബനാഥയെ അവൾ അഭിവാദനം ചെയ്തു. അഭിവാദനം ചെയ്തപ്പോൾ അവളുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്ന് അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഉള്ളിൽ കുഞ്ഞ് ഒരു കുതിച്ചുചാട്ടം,
ഒരു കുതിച്ചു ചാട്ടം. അതുമാത്രമല്ല, അഭിവാദന സ്വരം കേട്ടപ്പോ പരിശുദ്ധ ആത്മാവിനാൽ എലിസബത്തും പൂരിതയാക്കപ്പെട്ടു. ആ പൂരിതയായതിന്റെ അനന്തരഫലമാണ് ഗർഭസ്ഥ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടാനുള്ള കാരണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, മറിയം എവിടെ ചെല്ലുന്നുവോ അവിടെയെല്ലാം മറിയം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. സക്കറിയാസിന്റെ വീട്ടിൽ എലിസബത്തിന് പരിശുദ്ധാത്മാവിനെ മറിയം കൊടുക്കുന്നു. ഉള്ളിൽ കിടക്കുന്ന ശിശുവിന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. ഇങ്ങനെ മറിയം എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ ഇടതടവില്ലാതെ വാരി വിതറിക്കൊടുക്കുന്ന ഒരു വലിയ മാധ്യസ്ഥയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് വളരെ മനോഹരമായി ഈശോയുടെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഇനി നമുക്ക് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. നമ്മളും ഇതുപോലെ പലയിടങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ പലപ്പോഴും ഇതുപോലെ പരിശുദ്ധാത്മാവിന് കൊടുക്കാറില്ല. കുറെ നാൾ മുമ്പ് ഒരു ഗർഭിണിയായ സ്ത്രീയെ കാണാൻ വേണ്ടി കുറച്ച് പെണ്ണുങ്ങള്, 5-6 പെണ്ണുങ്ങള് കാണാൻ വേണ്ടി ചെന്നു. അവരിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് ഏകദേശം 8 മാസം പൂർണ്ണ ഗർഭിണിയായിരിക്കുന്നു. അടുത്ത മാസം പ്രസവത്തിന്റെ ഡേറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ച കൂട്ടത്തിൽ ഈ 4 പേര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു, 8-ാം മാസത്തിൽ അവരുടെ വീടിന്റെ അടുത്ത് ഒരു പെണ്ണിങ്ങനെ പെട്ടെന്ന് പ്രഷർ കൂടി അതിന്റെ കുഞ്ഞ് മരിച്ചുപോയി. ഇത് ഈ പ്രഗ്നന്റ് ആയ സ്ത്രീ കേൾക്കുകയാണ്. അവരുടെ ഉള്ളിലൊരു വിഷമം, ഞാനും 8-ാം മാസത്തിലാണ്, എനിക്കും പ്രഷർ എങ്ങാനും അടിച്ചു കയറിയാൽ കുഞ്ഞ് മരിച്ചു പോകുമോ? രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു സഹോദരി ഇതുപോലെ പുറത്തിറങ്ങിയപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് പേടിച്ചു, അങ്ങനെ അമ്മയും കുഞ്ഞും അപ്പൊ തന്നെ മരിച്ചുപോയി. ഇങ്ങനെ 4 പേരും 4 തരത്തിലുള്ള കാര്യങ്ങൾ ആ സ്ത്രീയുടെ മുമ്പിൽ വിളമ്പുകയും ഈ സ്ത്രീ ഭയപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഈ വന്ന ഗസ്റ്റ് എല്ലാം പോയി. പിന്നീട് രാത്രിയായി, ഒരു 8 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. അവൾ 2 കൈയും വയറ്റത്ത് വെച്ച് നോക്കുന്നു, കുഞ്ഞിന് ചലനമുണ്ടോ, കുഞ്ഞിന് ജീവനുണ്ടോ. ടെൻഷനായി ശ്വാസം കിട്ടാത്ത അനുഭവം. വീട്ടുകാരെ ആശുപത്രി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായി. ഭയങ്കര ഭയം. അവിടെ അനങ്ങുന്നു, പൂച്ചയുടെ ശബ്ദം കേൾക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ടെൻഷനുകൾ ഈ കൊച്ചിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. ആ കൊച്ചിന്റെ അമ്മ എന്റെ ഫോൺ നമ്പർ ഉണ്ടായതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം. മോൾ ആകെ ടെൻഷനിലാണ്, വായു ഇങ്ങനെ മേലോട്ട് നിറഞ്ഞു നിൽക്കുക. ഈ സമയത്ത് ആശുപത്രി കൊണ്ടുപോയാൽ അവര് ഉടനെ ICU കയറ്റി ഓപ്പറേഷൻ ചെയ്യും. അങ്ങനെ ഒരു സ്ഥിതിയിലാണ് നിൽക്കണേ. അവിടെ കണ്ണൊക്കെ ഇങ്ങനെ മിഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ കാര്യം ചോദിച്ചപ്പോഴാണ് ഈ കൊച്ചു പറഞ്ഞത്, 4-5 പേരെന്നെ കാണാൻ വന്നവരിങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതെനിക്ക് ഭയമായി. ഇപ്പോ ഈ രാത്രി എനിക്ക് ഭയങ്കര ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ പറ്റണില്ല. ഇതാണ് കാരണം. നോക്കിയേ, പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ പരിശുദ്ധാത്മാവിന് കൊടുക്കാതെ മറ്റു പലതും ഒക്കെ ആവശ്യമില്ലാത്തത്, ഭയവും തിന്മയും മോശയും അവിടെ വളിച്ചതും ഇവിടെ പുളിച്ചതും ഒക്കെ നമ്മൾ അവിടെ വിതറി ഏറ്റവും മോശമായ തരത്തിൽ നമ്മുടെ ജീവിതത്തെ മോശമാക്കുന്നു. ചെല്ലുന്നിടം അശുദ്ധമാക്കുന്നൊരു പ്രവണത നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഇന്നും നമുക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ ഒരുപാട് തലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മോശമായ സംഭവങ്ങൾ. ഇന്ന് നമുക്ക് പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്, കുടുംബ കൂട്ടായ്മകളുണ്ട്, അയൽക്കൂട്ടങ്ങളുണ്ട്, നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, നമ്മൾ മറ്റുള്ളവരുമായി കണ്ടുമുട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. രോഗികളുടെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ, വേദനിക്കുന്ന അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ, ശത്രുക്കളുടെ അടുക്കലൊക്കെ ചെല്ലുമ്പോൾ അവരിതുപോലെ പല കാരണങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്താതെ അവരോടൊന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം കേട്ടോ എന്നൊക്കെ പറയുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരുകയോ ചെയ്യുമ്പോൾ അത്ഭുതകരമാം വിധം മാറ്റം അവർക്ക് ഉണ്ടാകുന്നതായി വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഇനി 41-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, എലിസബത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ ഉദരത്തിൽ കിടന്ന യോഹന്നാൻ സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുമൊക്കെ പലയിടങ്ങളിൽ പോകുന്ന ആൾക്കാരാണ്, പല ആൾക്കാരുമായി കണ്ടുമുട്ടുന്നവരാണ്.
നമ്മൾ കൂട്ടുകാരുമായി സംസാരിക്കുന്നു, സഹപാഠികളുമായി കണ്ടുമുട്ടുന്നു, മറ്റ് ഒരുപാട് യാത്രക്കാരുമായിട്ടൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവരുമായി സംസാരിക്കുമ്പോഴൊക്കെ എന്തുകൊണ്ടാ അവരിൽ ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഇല്ലാത്തേ? എന്തുകൊണ്ടാ എൻ്റെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ പോണേ, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ കുതിച്ചു ചാട്ടം ഇല്ലാതെ പോണതിന്റെ കാരണമെന്ത്? അത് നമ്മൾ ചിന്തിക്കണം. കാരണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മറിയമാണ് പരിശുദ്ധാത്മാവിനെ പങ്കുവച്ചത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മറിയമാണ് പരിശുദ്ധാത്മാവിനെ പങ്കുവച്ചത്. നമുക്കറിയാമല്ലോ, ഒരു പെർഫ്യൂമിന്റെ കുപ്പി അത് സുഗന്ധപൂരിതമാണ്. സുഗന്ധപൂരിതമെങ്കിൽ അത് തുറന്നാൽ തുറക്കുന്നിടത്തെല്ലാം സുഗന്ധമായി മാറും. അത് മോശമാണെങ്കിൽ, ദുർഗന്ധമാണെങ്കിൽ തുറക്കുന്നിടത്തെല്ലാം ദുർഗന്ധമായി മാറും. അതുകൊണ്ട് നമ്മൾ ദുർഗന്ധമായി മാറാതെ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിറഞ്ഞു നിന്ന ഈ അത്ഭുത സിദ്ധി എവിടെയെല്ലാം ചെല്ലുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ തത്രപ്പെടുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഒരിക്കൽ ഒരാവശ്യവുമായി ഒരു സഹോദരി മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചു. സംഭവം ഇങ്ങനെയാണ്. അവളുടെ മകളുടെ കല്യാണം, 2 മക്കളുണ്ട് അവർക്ക്. 21 വയസ്സുള്ള ഒരു പെൺകുട്ടി, 19 വയസ്സുള്ള മറ്റൊരു പെൺകുട്ടി. 2 പെൺകുട്ടികളുടെയും കല്യാണം ഒരുപോലെ നടത്താം. അപ്പോൾ മൂത്ത കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നു. നല്ലൊരു വീട്ടുകാർ വന്ന് പെണ്ണൊക്കെ കണ്ട് അവർ സന്തോഷത്തോടെ തിരിച്ചുപോയി. സാമാന്യം ഇവരെക്കാളും നല്ലൊരു കുടുംബമാണ്, നല്ലൊരു സ്ത്രീ തന്നെ കൊടുക്കണം. അതുകൊണ്ട് കൊടുക്കാൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ അവരിങ്ങനെ ആലോചിച്ചു, വീടൊക്കെ പണയപ്പെടുത്തിട്ട് വേണം വിവാഹം നടത്താൻ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, കുറച്ചു നാളത്തേക്ക് വിവാഹം അങ്ങോട്ട് നീട്ടിവെച്ചാലോ. അങ്ങനെ തീരുമാനത്തോടു കൂടി അവര് മാതാവിന്റെ പള്ളിയിൽ വന്ന് മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി കൈകൾ 2 കൂപ്പി ഈശോയുടെ അമ്മയുടെ തിരുസ്വരൂപത്തിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിച്ചു. അമ്മേ, എൻ്റെ മകൾക്ക് കല്യാണ ആലോചന വന്നിട്ടുണ്ട്, നല്ല വീട്ടുകാരാ, പക്ഷെ കൊടുക്കാനായിട്ട് ഒന്നുമില്ല, എൻ്റെ വീടും പറമ്പും ഒക്കെ പണയപ്പെടുത്തണം എന്ന് കരുതി ആണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് അമ്മ എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ അവര് കുരിശെല്ലാം വരച്ച് തിരിഞ്ഞു നടന്നപ്പോ അവരുടെ ഉള്ളിൽ ഒന്നുമില്ലേ നിന്റെ കയ്യിൽ എന്നുള്ളൊരു ചോദ്യം. ഉടനെ അവര് അവരുടെ 2 കൈയും അവരുടെ ചെവിയിൽ ഇങ്ങനെ തലോടിയപ്പോ 2 കമ്മലുണ്ട്. കഴുത്തിൽ കൈവച്ചപ്പോ ഒരു ചെറിയ മാലയുണ്ട് അവരുടെ കഴുത്തിൽ. അവര് തിരിച്ചുപോയ അതേ സ്ത്രീ വീണ്ടും മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണം, എൻ്റെ കാതിലും എൻ്റെ കഴുത്തിലും എൻ്റെ വിവാഹപ്രായമായ മകളുടെ കഴുത്തിലും കാതിലേയും കൂടെ എടുത്താൽ 4 പവന്റെ സ്വർണമുണ്ട്. ഈ 4 പവന്റെ സ്വർണമല്ലാതെ ഒരു തരി സ്വർണം എൻ്റെ വീട്ടിലില്ല. ഇതുണ്ട് അമ്മേ, നീ ഈശോയുടെ പക്കൽ പറഞ്ഞ് വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ് അവര് കണ്ണുനീരോടെ അവര് തിരിച്ചുപോയി. അവര് പറയുന്നു, പിറ്റേ ദിവസം ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നപ്പോ സംഭവം ഇങ്ങനെയാണ്. അവർക്ക് ഏറ്റവും അത്യാവശ്യം കല്യാണം നടത്തണം. അപ്പൊ അതിനായി ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ഈ അമ്മ പറഞ്ഞു, അത് നടക്കില്ല, നമുക്കൊരു 4-5 മാസം താമസിച്ചിട്ട് നടത്താം. അപ്പൊ എന്റെ റീസൺ ചോദിച്ചു, നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഞങ്ങളുടെ ഈ പറമ്പൊക്കെ ഒന്ന് പണയപ്പെടുത്തിയിട്ട് നമുക്ക് കല്യാണം നടത്താം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചെറുക്കൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കുറച്ച് കഴിയുമ്പോൾ ഞാൻ അമ്മയെ കൊണ്ട് ഫോൺ വിളിപ്പിക്കും, അമ്മ ഫോൺ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കന്റെ അമ്മ വീണ്ടും ഈ പെണ്ണിന്റെ അമ്മയെ ഫോൺ ചെയ്ത് വിളിക്കുകയാണ്. വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കൂടി പറഞ്ഞു, സ്ത്രീധനമൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല, സ്ത്രീധനമൊന്നും ഞങ്ങൾക്ക് വേണ്ട. അത് തന്നെയല്ല, എൻ്റെ മകനും ഞാനും മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പെണ്ണിനിടേണ്ട സ്വർണവും പെണ്ണ് ധരിക്കേണ്ട സാരിയും അവൾ മനസമ്മതത്തിന് ധരിക്കേണ്ട സാരിയും ഞങ്ങൾ അങ്ങ് കൊണ്ടുവന്ന് തരും. നിങ്ങൾ യാതൊരു തടസ്സവും പറയാൻ പാടില്ല. എന്തു പറയണമെന്ന് ഈ പെണ്ണിന്റെ അമ്മയ്ക്ക് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയായി. ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് കണ്ണുനീരോടെ അവരിത് കേട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ശരി, ദൈവഹിതം അങ്ങനെയെങ്കിൽ അത് നടക്കട്ടെ എന്നവർ പ്രാർത്ഥിച്ചു. അതിനുശേഷം അത്ഭുതകരമാം വിധം കല്യാണം നടന്നു. അമ്മ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയതാണ്. 4 പവനേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒന്നും കൊടുക്കാതെ ചെറുക്കന്റെ വീട്ടുകാര് ആ പെൺകുട്ടിക്കിടാൻ പറ്റിയ പൊന്നും സാരിയും
മനസമ്മതത്തിന്റെ സാരിയും എല്ലാം കൊണ്ടുവന്ന് അത്ഭുതകരമാംവിധം കല്യാണം നടത്തി തിരിച്ചു കൊണ്ടുപോയി. നോക്കിയേ, പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ഇടപെട്ട് വലിയ കാര്യങ്ങൾ ദൈവത്തിൽ നിന്നും നേടിത്തരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് മറിയത്തിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തികളിലേക്കും ഒഴുകി വരുന്നു എന്നുള്ളതാണ്. ആദിമസഭയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അതിശയ അത്ഭുത പ്രാധാന്യ സാന്നിധ്യത്തിലാണ് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാരൂപി ആഘോഷമായി സഭയിൽ വന്നത്, അപ്പോസ്തലന്മാരിൽ വന്നത്. എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ വസന്തം ശ്രോതാക്കളെ, നമുക്കും ആവശ്യം അനുഗ്രഹങ്ങളെക്കാൾ അപ്പുറത്ത് ഈ പരിശുദ്ധാത്മാവിനെയാണ്. മറിയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും പരിശുദ്ധ കന്യകാമറിയം തരാൻ ആഗ്രഹിക്കുന്നതും ഈ പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ എല്ലാം ശുഭവും മനോഹരവുമായി ഭവിക്കും. ആകയാൽ പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്കൊരു പ്രാർത്ഥന മാത്രം: പരിശുദ്ധ കന്യകാമറിയമേ, എന്നെ സന്ദർശിക്കണമേ. അങ്ങയുടെ സന്ദർശനത്തിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാരൂപി, ദൈവാരൂപി എൻ്റെ മേൽ അനർഘളമായി ഒഴുകട്ടെ. എൻ്റെ മേൽ മാത്രമല്ല, എൻ്റെ സകല ആവശ്യങ്ങളുടെ മേലും, എത്ര ചെറുതായാലും എത്ര വലുതായാലും എല്ലാ ആവശ്യങ്ങളുടെ മേലും പരിശുദ്ധാരൂപി നിറഞ്ഞു കവിയാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചുടുകണ്ണീരോടെ കർത്താവിൻ്റെ പക്കൽ പ്രാർത്ഥിക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും ഞാൻ എവിടെയെല്ലാം പോകുന്നുവോ ആ തലങ്ങളിലെല്ലാം പരിശുദ്ധാരൂപിയുടെ അനർഘളമായ അഭിഷേകം, സന്തോഷത്തിന്റെ അഭിഷേകം, സമാധാനത്തിന്റെ അഭിഷേകം, ആനന്ദത്തിന്റെ അഭിഷേകം, ദൈവാരൂപിയുടെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ
മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം കലശത്തിൽ പുകയും സുഗന്ധദ്രവ്യം പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം പകരും. നമ്മൾ ഈ സമയം ആത്മീയ വസന്തം ശ്രോതാക്കൾ ഒരുപാട് തലങ്ങളിൽ ഒരുപാട് സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിൽ ഒന്നോ രണ്ടോ പേർ എന്റെ നാമത്തിൽ ചോദിക്കുന്നത് മുഴുവൻ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നൽകുമെന്നാണ് ഈശോയുടെ വാഗ്ദാനം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് നിങ്ങളെ തൊടും. നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കർത്താവിൻ്റെ വലിയ ശക്തി കടന്നു വരും. പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുത സിദ്ധിയും ശക്തിയും രക്തക്കണ്ണീരിന്റെ യോഗ്യതയോടും ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരിക്കലും വിഫലമാവില്ല. വിശ്വാസത്തോടെ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ പ്രാർത്ഥിക്കാം. കണ്ണുനീരിൽ ചാലിച്ചെഴുതിയിട്ടുള്ള ഒരുപാട് അപേക്ഷകൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇതിലൊന്നുപോലും വിട്ടുപോകാതെ എല്ലാം ഈശോയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം സുനിശ്ചിതമാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഗ്രേസി മനുവിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. പള്ളുരുത്തിയിൽ നിന്നും ജിനു ജേക്കബ് സന്താന ഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്തെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയുടെ അഭിഷേക ശക്തിയോടെ, വലിയ അഭിഷേക ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ധാരാളം പേര് പല ഭാഗങ്ങളിൽ ഈ സമയത്ത് പ്രാർത്ഥനയുടെ മുകുളങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തുകയാണ്. അഭിഷേക ശക്തി ഒഴുകുകയാണ്. ജിൻസി മകൻ ജിതിന്റെ അസുഖം മാറുന്നതിനു വേണ്ടിയും ജോലി തടസ്സം മാറുന്നതിനു വേണ്ടിയും
പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്നും നവീൻ കുടുംബ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും മാർക്ക് പീറ്റർ മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയും കുടുംബത്തിൽ സ്വസ്ഥതയും ഐശ്വര്യവും ഉണ്ടാകാനും കേസുകൾ അനുകൂലമാകാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷൈബി കാക്കനാട് ഹസ്ബൻഡിന് വേണ്ടിയും കുടുംബസമാധാനത്തിന് വേണ്ടിയും ആത്മീയ വസന്തത്തിൽ നിന്നും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ലിൻസി കടബാധ്യത മാറാൻ വേണ്ടിയും ജോലി തടസ്സം മാറാനും പ്രാർത്ഥിക്കുന്നു. ഷീബ ഇടക്കൊച്ചി മകനും കൂട്ടുകാർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഷിജിൻ എരമല്ലൂർ ഭാര്യ ജാൻസിയുടെ അസുഖം സൗഖ്യമാകാൻ. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ബീന ഭർത്താവ് ആൽബർട്ടിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. തനി എരമല്ലൂർ ഭർത്താവിനും സാമ്പത്തിക തകർച്ചയും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെർമി പെരുമ്പടപ്പ് കടഭാരം മാറാനും മക്കളുടെ ജോലി തടസ്സം മാറാനും വേണ്ടി പ്രത്യേകം ആത്മീയ വസന്തത്തിലേക്ക് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പ്രിജിത്ത് നസ്രത്ത് കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലില്ലി എരമല്ലൂർ സോഫിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. സുധർമിണി പെരുമ്പടപ്പ് ചേച്ചിയുടെ മകൻ സുനിത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. മുളവുകാട് നിന്ന് ലില്ലി വീട് പണി പൂർത്തീകരിക്കപ്പെടാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. റീന പള്ളുരുത്തി സഹോദരന്റെ വിവാഹ തടസ്സം മാറാൻ കർത്താവിന്റെ നാമത്തിൽ ആത്മീയ വസന്തത്തിൽ പ്രാർത്ഥിക്കുന്നു. പറവൂറിൽ നിന്നും ലത കടഭാരം മാറാനും നല്ലൊരു ഭവനമുണ്ടാകാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഷിനി പെരുമ്പടപ്പ് ഭർത്താവ് ജോയിയുടെ കിഡ്നി സംബന്ധമായ അസുഖം മാറാൻ വേണ്ടി കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. എളങ്കുന്നപ്പുഴയിൽ നിന്നും ബീന ഭർത്താവ് രവീന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയ്സി പനങ്ങാട് നിന്ന് ഭർത്താവിന് ലിജേഷിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്നും റോമി ലൂയിസ് വീട് പണി പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റെല്ല ജോബ് പെരുമ്പടപ്പ് മകന്റെ ജോലി തടസ്സം മാറാനും കുടുംബത്തിന് സമാധാനമുണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെരുമ്പടപ്പ് നിന്നും ലീല സേവ്യർ ഭർത്താവിന്റെ അസ്ഥി സംബന്ധമായ പീഡകൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിഷിന ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ അനുഗ്രഹത്തിനായി കർത്താവിനോട് ആത്മീയ വസന്തം പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുന്നു. വരാപ്പുഴയിൽ നിന്നും സിമ്പിൾ ഗൾഫിലേക്ക് പോകാനുള്ള തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിത പള്ളുരുത്തിയിൽ നിന്നും പ്രാർത്ഥിക്കുന്നത് ഭർത്താവും കുട്ടിയുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള അഭിഷേകം ലഭിക്കാൻ വേണ്ടിയാ. മേരി കണ്ടക്കടവിൽ നിന്നും പ്രാർത്ഥിക്കുന്നത് നടുവിന്റെ വേദന മാറിക്കിട്ടാനാണ്. ഫെലിക്സ് ഒരു ഭവനം ഉണ്ടാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. റീന പറവൂർ കുടുംബസമാധാനത്തിനു വേണ്ടിയും കടഭാരങ്ങൾ ലഘുവാക്കാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഗ്രേസി കുമ്പളങ്ങി മക്കൾക്ക് അഭിഷേകവും അനുഗ്രഹവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തങ്കമണി പെരുമ്പടപ്പ് വീടിന്റെ പണി പൂർത്തിയാകാൻ ആത്മീയ വസന്തത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. ഷീല പറവൂർ ഒരു ഭവനം ലഭിക്കാൻ വേണ്ടി പ്രത്യേകം മാതാവിന്റെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നു. ഷേളി പെരുമ്പടപ്പ് വീട് പണി പൂർത്തീകരിക്കപ്പെടാനും ഉള്ള കടങ്ങൾ പരിഹരിക്കാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആനി പെരുമ്പടപ്പ് സ്വന്തമായൊരു വീട് ലഭിക്കാനും കടഭാരങ്ങൾ മാറാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ലിൻഡു ലൈസൺ വരാപ്പുഴയിൽ നിന്നും സന്താന ഭാഗ്യത്തിനായി പരിശുദ്ധ മാതാവിന് മാധ്യസ്ഥം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ജിജി ശ്വാസം മുട്ടൽ മാറാനും ഭർത്താവിന് ആത്മീയവും ആന്തരികവുമായ സൗഖ്യം ലഭിക്കാൻ വേണ്ടി പ്രത്യേകം ആത്മീയ വസന്തത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ലൈസ ഹെൻറിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നടുവിന്റെ വേദന പൂർണ്ണമായി മാറാൻ മേരി അരൂറിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് സേവ്യറിന് വേണ്ടി കണ്ടക്കടവിൽ നിന്നും മരിയ പ്രാർത്ഥിക്കുന്നു. ഷിബു ആലങ്ങാട്ട് സമാധാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. റോസ് മേരി നസ്രത്ത് ജോലി തടസ്സം മാറാനും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി ആത്മീയ വസന്തം കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജയശ്രീ ഭർത്താവിന് വേണ്ടിയും
അതിശക്തമായ തലവേദന മാറാനും വേണ്ടി ആത്മീയ വസന്തം കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വത്സ ഹെൻറി അരൂർ നിന്നും കടഭാരം ലഘൂകരിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പൊട്കൊച്ചിയിൽ നിന്ന് ജോസഫ് ഫ്രില്ലി വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ദൈവപുത്രനായ ഈശോയുടെ പക്കലേക്ക് നമ്മൾ ഒരേ മനസ്സോടെ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമേയില്ല. ഹൃദയം ഉരുകിയവർക്ക്, ഉരുകിയവർക്ക് കർത്താവേ, അങ്ങ് സമീപസ്ഥനാണല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം കേൾക്കണമേ. സ്വർഗത്തിൽ നിന്ന് ആവശ്യമായ വരങ്ങളും അഭിഷേകവും നൽകണമേ. 100 തടസ്സങ്ങളെ അകറ്റിക്കളയണമേ. സമാധാനം നദി പോലൊഴുകാൻ ഇടയാക്കണമേ. രോഗികൾ അത്ഭുതകരമാമിതം സൗഖ്യം നേടാൻ ഇടയാക്കണമേ. പരിശുദ്ധ മാതാവിന്റെ രക്തക്കണ്ണീരിന്റെ മാധ്യസ്ഥത്തിന്റെ അമൂല്യ യോഗ്യതയോടെ കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവമേ, ഈ പ്രാർത്ഥനകളെല്ലാം നിന്റെ തിരുനിണത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ആത്മീയ വസന്തത്തിലൂടെയും റേഡിയോ മരിയയിലൂടെയും അനേകം മക്കളുടെ ഹൃദയങ്ങളെ ദൈവപിതാവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരെ രോഗങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷ തുടർന്നുകൊണ്ടു പോകുവാൻ സുമനസ്സുകളായ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ആവശ്യമാണ്. നിങ്ങൾക്ക് ദൈവം നൽകിയ സമയത്തിന്റെയും സമ്പത്തിന്റെയും ഒരു ചെറിയ പങ്ക്, അതെത്ര ചെറുതായാലും ഈ ആത്മീയ ശുശ്രൂഷയ്ക്കു വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ 9947780025 എന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടെ 9947780025. റേഡിയോ മരിയ പ്രവർത്തിക്കുന്നത് അരൂർ സെയിന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ മുൻവശത്തുള്ള ആനിമേഷൻ സെന്ററിലാണ്. റേഡിയോ മരിയയിലേക്ക് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രാർത്ഥനയ്ക്കും കൗൺസിലിംഗിനുമായി കടന്നുവരാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ സ്വന്തം ആത്മീയ വസന്തം റേഡിയോ മരിയ. ആത്മീയ വസന്തം റേഡിയോ മരിയ ആനിമേഷൻ സെന്റർ